വെൽക്കം ടു ഓത്രി മാത്സ്. ഹിറ്റ്സ് മീ നബിൽ. CBSE വിദ്യാർത്ഥികൾക്ക് റിലേഷൻസ് ആൻഡ് ഫംഗ്ഷൻസ് എന്നുള്ള ചാപ്റ്ററിലുള്ള പ്രീവിയസ് ഇയറിൽ നമുക്ക് ചോദിച്ച ഒരു മനോഹരമായിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ഒന്ന് ഡിസ്കസ് ചെയ്യാം. എന്താണ് ഇവിടെ ക്വസ്റ്റ്യൻ തന്നിട്ടുള്ളത്? ഇഫ് ആർ ഈക്വൽ ടു റിലേഷൻ തന്നിട്ടുണ്ട്. എക്സ് വൈ എന്നുള്ളൊരു ഓർഡേഡ് പെയർ പോസിബിൾ ആവണം. കണ്ടീഷൻ എന്താണ്? എക്സ് പ്ലസ് 2y ഈക്വൽ ടു 8 ഈസ് എ റിലേഷൻ ഓൺ എൻ, ദെൻ റൈറ്റ് ദി റേഞ്ച് ഓഫ് ആർ. എൻ ടു എൻ എന്നുള്ള റിലേഷനാണ്. നമുക്കിവിടെ റിലേഷൻ എൻ ടു എൻ ആണ്. എൻ ടു എൻ എന്ന് പറഞ്ഞാൽ മീനിങ് എന്താ? നമ്മളെ റിലേഷനിൽ പോസിബിൾ ആക്കുന്ന ഒന്നാമത്തെ സെറ്റും രണ്ടാമത്തെ സെറ്റും രണ്ടും എന്താണ്? നാച്ചുറൽ നമ്പേഴ്സിന്റെ സെറ്റാണ്. അങ്ങനെയെങ്കിൽ റൈറ്റ് റേഞ്ച് ഓഫ് ആർ, ഇതിന്റെ റേഞ്ച് കണ്ടുപിടിക്കാനാണ് പറഞ്ഞത്. നമുക്കറിയാം റേഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടാമത്തെ സെറ്റിൽ റിലേഷനിൽ ആയിരിക്കുന്ന അല്ലെങ്കിൽ ഇൻ റിലേഷനിലുള്ള നമ്പർ ഓഫ് എലമെന്റ്സിന്റെ സെറ്റിനെയാണ് നമ്മൾ റേഞ്ച് എന്ന് പറയാം, അല്ലേ? അപ്പോൾ എന്താണ് നമുക്കിവിടെ ഡിഫൈൻ ചെയ്തിട്ടുള്ള ഓർഡേഡ് പെയർ ഏതൊക്കെ എന്നുള്ളത് നമുക്ക് ആദ്യം കണ്ടുപിടിക്കാം. ഓക്കെ, നമ്മളെ റിലേഷൻ എക്സ് കോമ വൈ ആണ്. നമുക്കിവിടെ എക്സ് പ്ലസ് 2y ഈക്വൽ ടു 8 എന്നുള്ള ഒരു കണ്ടീഷനാണ് തന്നിട്ടുള്ളത്. ഞാനിതിനെ വൈൻ്റെ ടേംസിൽ എഴുതി കഴിഞ്ഞാൽ 2y ഈക്വൽ ടു എക്സിൻ്റെ ടേമിൽ എഴുതി കഴിഞ്ഞാൽ 8 മൈനസ് എക്സ് എന്ന് വരും. എക്സിന് ഞാൻ അപ്പുറം കൊണ്ടുപോയി y ഈക്വൽ ടു എന്ത് വരും? 8 മൈനസ് എക്സ് ബൈ 2 എന്ന് വരും. ഓക്കെ, നമുക്കറിയാം y ആൻഡ് എക്സ് ആർ ബിലോങ്സ് ടു എൻ ആണ്. എക്സും വൈയും എന്താണ്? നാച്ചുറൽ നമ്പേഴ്സിൻ്റെ സെറ്റ് ആണല്ലോ. അങ്ങനെയെങ്കിൽ ഞാൻ എക്സിന് 1 എന്ന് എടുത്തു, അല്ലേ? എക്സിന് 1 എടുത്തു കഴിഞ്ഞാൽ നമുക്കറിയാം നാച്ചുറൽ നമ്പർ സ്റ്റാർട്ട് ചെയ്യുന്നത് 1 എന്നാണ്. കറസ്പോണ്ടിങ് y ഈക്വൽ ടു എന്ത് വരും? 8 മൈനസ് 1/2, അതായത് 7/2 എന്ന് വരും. പക്ഷേ ഈ 7/2 എന്നുള്ളത് 3.5 എന്തല്ല? നാച്ചുറൽ നമ്പർ അല്ല. അപ്പോൾ നമുക്കിവിടെ 7/2 എന്നുള്ളത് എന്തല്ല? നോട്ട് ബിലോങ്സ് ടു എൻ ആണ്. നമുക്കതിനെ സെറ്റായിട്ട് കൺസിഡർ ചെയ്യാൻ കഴിയില്ല, ഓർഡേഡ് പെയർ ആയിട്ട് കൺസിഡർ ചെയ്യാൻ കഴിയില്ല. അങ്ങനെയെങ്കിൽ ഞാൻ എക്സ് ഈക്വൽ ടു 2 എന്നെടുത്തു. വേർ y ഈക്വൽ ടു നമുക്ക് എന്ത് വരും? 8 മൈനസ് 2/2 എന്ന് വരും. ദാറ്റ് ഈസ് 6/2 ഈക്വൽ ടു 3. അപ്പോൾ നമുക്ക് ഒന്നാമത്തെ ഓർഡേഡ് പെയർ കിട്ടി. എന്താണ് ഒന്നാമത്തെ ഓർഡേഡ് പെയർ വരുന്നത്? 2, 3 ആണ് ഒന്നാമത്തെ ഓർഡേഡ് പെയർ വരുന്നത്. ഓക്കെ, ഇനി ഞാൻ എക്സിന് 3 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ 8 മൈനസ് 3, അല്ലേ? അവിടെ ഓഡ് നമ്പർ വന്നു കഴിഞ്ഞാൽ എന്താ വരിക? അതിൻ്റെ മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ അത് കറസ്പോണ്ടിങ് ഓഡ് നമ്പറാണ് വരിക. അപ്പോൾ നമുക്ക് 2 പോസിബിൾ അല്ല. അപ്പോൾ അങ്ങനെയെങ്കിൽ 4 എടുത്തു കഴിഞ്ഞാൽ 8 മൈനസ് 4 ഈക്വൽ ടു 4 വരും. 4/2 ഈക്വൽ ടു 2 എന്ന് വരും. അപ്പോൾ രണ്ടാമത്തെ ഓർഡേഡ് പെയർ എന്താ? 4,2 ആണ് രണ്ടാമത്തെ ഓർഡേഡ് പെയർ വരുന്നത്. ഇനി ഞാൻ എക്സ് ഈക്വൽ ടു 5 എടുത്തു കഴിഞ്ഞാൽ 8 മൈനസ് 5 ഈക്വൽ ടു എന്ത് വരും? 3 എന്ന് വരും. ഓഡ് നമ്പറാണ് വരുന്നത്. അപ്പോൾ അത് പോസിബിൾ അല്ല. ഇനി എക്സ് ഈക്വൽ ടു 6 എടുത്തു, അല്ലേ? എക്സ് ഈക്വൽ ടു 6 എടുത്തു കഴിഞ്ഞാൽ 8 മൈനസ് 6 ഈക്വൽ ടു 2 എന്ന് വരും, അല്ലേ? 2/2 ഈക്വൽ ടു എന്ത് വരും? 1 എന്ന് വരും. അപ്പോൾ അടുത്ത പെയർ ഏതാ വരുന്നത്? 6,1. ഇനി ഞാൻ 7 എടുത്തു. 7 എടുത്തു കഴിഞ്ഞാൽ വീണ്ടും ഓഡ് നമ്പറാണ് വരിക. നമുക്ക് y നോട്ട് ബിലോങ്സ് ടു നാച്ചുറൽ നമ്പർ ആയിട്ടാണ് ലഭിക്കുക. ഇനി അതുപോലെ തന്നെ വേറെ എക്സ് ഈക്വൽ ടു 8 എന്ന് കൊടുത്തു. എക്സ് ഈക്വൽ ടു 8 മൈനസ് 8 എന്താ വരിക? 0 ആണ് വരുന്നത്. അതിലെ നോട്ട് ഡിഫൈൻഡ് ആയിട്ടുള്ള ഒരു വാല്യൂ ആണ് വരുന്നത്. അപ്പോൾ അങ്ങനെയെങ്കിൽ നമുക്ക് ലഭ്യമായിട്ടുള്ള ഓർഡേഡ് പെയേഴ്സ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ റോസ്റ്റർ ഫോമാണ്, നമ്മുടെ റിലേഷൻ്റെ റോസ്റ്റർ ഫോമാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. 2, 3 ആണ്, ഒന്ന് 4, 2 ആണ്, ആൻഡ് 6, 1 ആണ്. ഇനി നമുക്ക് ഇതിൻ്റെ റേഞ്ച് എന്താ എന്നുള്ളത് കൃത്യമായിട്ട് എഴുതിക്കൂടെ? അങ്ങനെയെങ്കിൽ ഗിവൺ റിലേഷൻ്റെ റേഞ്ച് ഈക്വൽ ടു ഏതൊക്കെ വരിക? ഡൊമൈൻ എന്ന് പറഞ്ഞാൽ 2, 4, 6 ആണ്. റേഞ്ച് ഈക്വൽ ടു എന്തൊക്കെ വരിക? 3, 2, 1. ഈ 3 എലമെന്റ്സ് ആണ്. ഈ 3 എലമെന്റ്സിന്റെ സെറ്റ് ആണ് നമുക്കിവിടെ റേഞ്ച് ആയിട്ട് കിട്ടുക.